രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, സോ കോൾഡ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെന്ന് കരുതപ്പെടുന്ന IIT-യിൽ നിന്നോ IIT-കൾ NIT-കൾ അങ്ങനെയുള്ളടത്തു നിന്നുള്ള ടാലൻസിൻ്റെ സേവനം അധികം ISROയ്ക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒരു സർക്കാർ ജോലിയിലാണ്. ISRO എന്ന് പറയുന്നൊരു സർക്കാർ സ്ഥാപനമാണ്. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഒരു സർക്കാർ ജോലിയിലെ ശമ്പളം മാത്രമാണ്. അതൊരു പ്രൈവറ്റ് കമ്പനിയിൽ, നിങ്ങളൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്ന ആ പ്രോഗ്രസ് ഒരിക്കലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന്, ഇതിൽ വരുന്നവർക്ക് കൂടുതലും ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡ് കൂടിയോ അങ്ങനെയുള്ള ലക്ഷ്യത്തോടുകൂടി വരുന്നവർക്ക് പാഷനോട് കൂടി വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ISROയിൽ പോലും സ്ഥലത്ത് വർക്ക് ചെയ്യാൻ ആവില്ല. IIT-യിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, IIT-യിലെ പല ആളുകളും കോർപ്പറേറ്റ് ബിസിനസ്സിലേക്കാണ് പോകുന്നത്. കുറേ അധികം ആളുകൾ റിസർച്ചിലേക്കും പോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഹൈലി റെമ്യൂണറേറ്റീവ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു സെഗ്മെൻറ്റ് ആളുകൾ, ഗവൺമെൻറ് ജോലിക്ക് വരുന്ന സെഗ്മെൻറ്റ് ആളുകൾ ഒരു സേവന മനോഭാവത്തോടെ വരാതെ ഒരിക്കലും അത് വിജയിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചറിയാം എന്തുകൊണ്ടാണ് ഇത്തരം കോളേജുകളിൽ നിന്ന് ആളുകൾ വരുന്നത്. ഒന്നാമത്തെ, അവർ ബുദ്ധിയില്ലാത്തവരോ കഴിവില്ലാത്തവരോ അല്ല. അവർക്ക് IIT-കളിൽ പോകാനോ മറ്റോ അവരുടെ പല കാരണങ്ങൾ കൊണ്ടും കഴിയാത്തവരിലെ വലിയൊരു ഭൂരിഭാഗമുണ്ട്. അതിൽ രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ്. അതുപോലെ അവൻ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. നമുക്ക് വേണ്ട ഇത്തരം ആളുകളെയാണ്. അതുകൊണ്ട് IIT-ക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് മോശമാവും? തീർച്ചയായിട്ടും മോശമാവില്ല. പക്ഷേ അവർക്ക് വേണ്ട പേ പാക്കറ്റ് കൊടുക്കാനായിട്ട് ഇന്ന് ഒരു സർക്കാർ സംവിധാനത്തിൽ കഴിവില്ല.